കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രേണുസുതിക്ക് കൊടുത്തെങ്കിൽ പറയാൻ പാടില്ല, അതാണ് ആണത്തം. ഇല്ലെന്നുണ്ടെങ്കിൽ 5 ലക്ഷത്തിനുണ്ടാക്കി 10 ലക്ഷം കൊടുക്ക്, അത് കറക്റ്റാ. അല്ലാതെ രണ്ടുകൂടെ പറയരുത്. ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ 10 ലക്ഷം കൊടുക്കണം. 10 ലക്ഷം എവിടെ പറഞ്ഞില്ല? ഞാൻ പറഞ്ഞിട്ടില്ല, നിന്റെ വായന വന്നിട്ടില്ല. പിന്നെ അങ്ങനെ അറിഞ്ഞു ഞാനെങ്ങനെ അറിഞ്ഞു? അതായത് ഇവന്റെ എത്തിക്സ് ഇല്ലായ്മ. നമ്മൾ ഫ്രണ്ട്സ്. ഞാൻ രേണുസുതിനെ കുറിച്ച് ഒരു 48 വീഡിയോ ചെയ്ത അതിന് എനിക്ക് 5,20,000 രൂപ കിട്ടി. നീ എത്ര വീഡിയോ ചെയ്തു? ഞാൻ ചെയ്തിട്ടില്ല, അധികം ചെയ്തില്ല. എത്ര വീഡിയോ ചെയ്തു? ഇൻസ്റ്റ ചെയ്താൽ റീച്ച് കാശ് യൂട്യൂബിലും ചെയ്തിട്ടില്ല. ഇല്ല ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇല്ല, അതിനകത്ത് കാശില്ല. എടുത്ത് കാണിക്കാം. ഈ ഫോട്ടോ വീഡിയോ എടുത്ത് നോക്കണം, ഇവന്റെ മുഖത്തിൽ പതിഞ്ഞിട്ടുണ്ടോ? പല അപവാദങ്ങളും വരും തീർച്ചയായിട്ടും. രേണുസുതിയെ പറ്റി മാത്രമാണ് സായി വീഡിയോ കാശ് കൊടുത്തു. ഒരു കാര്യമില്ല, 5 ലക്ഷം കിട്ടി 10 ലക്ഷം കൊടുക്കും, അതാണ് കാര്യം. കൊടുത്തു. കാരണം പബ്ലിക് ഇപ്പോൾ എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കാൻ യോഗ്യതയുള്ള എന്താണ് കോൺഗ്രസിലെ ഒരു നേതാവിന്റെ പേര് പാർട്ടി ഇവിടെ നഷ്ടപ്പെടാനുള്ള അല്ലെങ്കിൽ നശിക്കാനുള്ള പ്രധാന കാരണം നശിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ പ്രധാനമന്ത്രിയായിട്ട് തീർച്ചയായിട്ടും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നേതാവിന്റെ പേര് പറയാൻ പറഞ്ഞ ഒരു നേതാവിന്റെ സാധ്യതയുള്ളത് കോൺഗ്രസിൽ അങ്ങനെ ഒരു നേതാവ് ഉണ്ട് PM ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഇന്ത്യയുടെ ഉണ്ട്. ഷാഫി പറമ്പിനെ പോലുള്ള വ്യക്തികൾ വരും. ഷാഫി പറമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് വരുന്ന അങ്ങനെയുള്ള വ്യക്തികൾ വരും. നോക്കിക്കോ, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ആലോചിച്ചു ഷാഫി പറമ്പിൽ അതിന് പറയാൻ ഞാൻ കാര്യമുണ്ട്. അതായത് KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവൻ കോൺഗ്രസ് തിരിച്ചെത്തുകയാണെങ്കിൽ, ഭരണത്തിലെത്തുകയാണെങ്കിൽ, രാഹുൽ ഗാന്ധി കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ ഇപ്പോൾ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രധാനിയാണ് KC വേണുഗോപാൽ. ആഭ്യന്തര വകുപ്പ് വരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. അതേ KC വേണുഗോപാലിൻ്റെ പവറിലേക്ക് വരാൻ സാധ്യതയുള്ള വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. അതാണ് ഞാൻ പറഞ്ഞ ഭാവി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഷാഫി പറമ്പിൽ വരുമെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ കേരളം ഉൾപ്പെടുത്തിയുള്ള കാര്യം പറയുന്നത്. അല്ലാതെ തീർച്ചയായിട്ടും യോഗ്യൻ ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിൽ ഉൾപ്പെടുത്തുമെങ്കിൽ ശശി തരൂർ. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത് രാഹുൽ ഗാന്ധി തന്നെ. ഞാൻ കേരളമാണ് ഉദ്ദേശിച്ചത്, അത് പറയാം. ഇന്ത്യയിൽ മൊത്തത്തിൽ എനിക്ക് താല്പര്യം രാഹുൽ ഗാന്ധി തന്നെയാണ്. വേറെ നേതാക്കളെയൊന്നും എനിക്ക് അധികം പുറത്തൊന്നും അറിയാത്തത് കൊണ്ട് തന്നെയും രാഹുൽ ഗാന്ധി. അതല്ല, കുറച്ചുകൂടെ യങ് ആയിട്ടുള്ളൊരു പൊളിറ്റീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ. അതല്ല, കുറച്ചുകൂടെ മെച്യൂർഡാണ്, കുറച്ചുകൂടെ എഡ്യൂക്കേറ്റഡ് ആണ്, കുറച്ചുകൂടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ശശി തരൂരും. കുറച്ചുകൂടെ ജനങ്ങളുമായിട്ട് രാഷ്ട്രീയം അറിയാവുന്ന ഒരു വ്യക്തി, കുറച്ച് മെച്യൂർഡ് ആയിട്ടുള്ള വ്യക്തി നോക്കുകയാണെങ്കിൽ KC വേണുഗോപാൽ ആയിരിക്കും. അക്കന്മാര് പറയുന്നുണ്ട് ഈ അടുത്ത 5 വർഷത്തിനുള്ളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുന്നു. അങ്ങനെ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അടുത്ത 5 വർഷത്തിനുള്ളിൽ കമ്മ്യൂണിറ്റി അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ നഷ്ടപ്പെടാനുള്ള അല്ലെങ്കിൽ നശിക്കാനുള്ള പ്രധാന കാരണം നശിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വലിയ പ്രശ്നമാണ്. കൃത്യമായിട്ടൊരു കാര്യം വന്നിട്ട് പറഞ്ഞവർക്ക് ഫലിപ്പിക്കാൻ പറ്റുന്നില്ല. അത് നമ്മൾ ഈ പറയുന്ന നിയമസഭയിലെ വീഡിയോസ് പുറത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ആദ്യ ടേണി ചെല്ലുന്ന MLA പോലും അവിടുത്തെ മുൻ മന്ത്രിയായിട്ടിരുന്നവരെ പോലെ അടിച്ചിടുക. കൃത്യമായിട്ട് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം. കേരളം പോലെ ഇത്രയും വിദ്യാഭ്യാസ സമ്പന്നമായ ഒരു രാജ്യത്ത് ആളുകൾക്ക് കൃത്യമായി നേർ രീതിയിൽ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റുന്നൊരു രാജ്യത്തുള്ള സംസ്ഥാനത്ത് കൃത്യമായി കൺവേ ചെയ്യപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞു പോകും. ഇതെങ്ങോട്ടാ പോകുന്നത്? നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇത് കോൺഗ്രസിലേക്ക് മറിയുവാണെന്ന്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും അവിടുത്തെ പാർട്ടി വക്താക്കൾ പോലും വോട്ട് പാർട്ടിക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ വോട്ട് എങ്ങോട്ട് പോയി? കോൺഗ്രസിന് പോകും തീർച്ചയായിട്ടും. പക്ഷേ അവിടെ 3 സീറ്റ് BJPക്ക് പോകുമ്പോൾ അടുത്ത തവണ ഇനി സീറ്റ് കിട്ടാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റിൻ്റെ അടുത്ത് പോയാലും BJPയിലേക്കാണ്. ഇവിടെ ഇനി വരാൻ പോകുന്നത് കോൺഗ്രസിന് ബദലായിട്ട് BJP വരും. അവിടെ വേറെ പല പ്രശ്നങ്ങളും നടക്കും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. കോൺഗ്രസിന് സീറ്റ് കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യും? അത് അവർക്ക് കോൺഗ്രസ് ശത്രുക്കൾക്ക് പോകരുത്. ഇവിടെ BJPക്ക് പോലും പ്രശ്നമില്ലാത്ത രീതി വരും. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇവിടെ സ്വരാജ് നല്ലോണം സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു രീതി പറ്റും. ഇവിടെ ഇപ്പോൾ ശിവപ്രസാദ് അല്ലല്ലോ യുവ നേതാവുണ്ട്, ജയിക്കിനെ എടുക്കുവാണെങ്കിൽ തന്നെ അതുപോലെ തന്നെ ഇവർക്കൊക്കെ കൃത്യമായി കൺവേ ചെയ്തൊരു കാര്യം സംസാരിക്കാൻ പറ്റും നമുക്ക് വന്നു നിന്നിട്ട്. പിന്നെ ചിന്താ ജെറോം വന്നു നിന്നിട്ട് പൊത്തിച്ചോറ് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താണ് കണ്ടത് എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾക്കത് മനസ്സിലാവുന്നില്ല, കൺവേ ആവുന്നില്ല. ജനങ്ങൾക്ക് കൃത്യമായി കൺവേ ആവുക, ജനങ്ങൾക്ക് കൺവേ ആവുന്നിടത്ത് നിൽക്കും. VD സതീശൻ വളരെ ഉദാഹരണമില്ല, വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. കൃത്യമായിട്ടുള്ള വ്യൂ ഉണ്ട്. എത്ര 102 സീറ്റ് കേരളത്തിൽ, അല്ലെങ്കിൽ 101 സീറ്റ് കിട്ടാൻ ഒരു 80 സീറ്റൊക്കെ കോൺഗ്രസിന് കിട്ടുമായിരുന്നു. പക്ഷേ ഇത് 100-ലും 101-ലേക്കും പോകാൻ പ്രധാന കാരണം പിണറായി സഖാവും ഈ പാർട്ടിയിലുള്ള ചില ആളുകളുടെ പിടിപ്പുകേടുമാണ്. അല്ലാതെ വരത്തില്ല. ഇവൻ BJPന്റെ PR ആയിരുന്നേ. ശരിക്കും സായി സത്യം പറ, എന്ത് BJPയുടെ PR എന്ത് നിനക്കൊരു കാര്യം അറിയാം. ഇവിടെ നമ്മളിപ്പോൾ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും BJP ഇതിനെ ഇടയ്ക്ക് ഇടുക എന്നുള്ളത്
അവന്റെ ഒരു അജണ്ട എന്നുള്ള മനസ്സിലായില്ലേ? ആണെങ്കിൽ ആണെന്ന് പറയില്ലെങ്കിൽ എനിക്ക് ചില ആളുകളൊക്കെ ഇഷ്ടമാണ്. മോദിക്ക് വേണ്ടി ഞാൻ വിചാരിച്ച മോദി ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ട് അവിടേക്ക് മിനിസ്ട്രിയിലേക്ക്. സ്വന്തമായിട്ട് രാഷ്ട്രീയമല്ല, എനിക്ക് ഇവന്റെ രാഷ്ട്രീയം സംഘപരിവാർ രാഷ്ട്രീയത്തിനായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. അല്ല പൈസ കിട്ടിയതുകൊണ്ടാണ് അത്, അതോ BJP-യുടെ ചായ ഉള്ളതുകൊണ്ട്? അല്ല, BJP ആയിട്ടല്ല, പ്രൊമോഷന്റെ ഭാഗമായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അത് പറയാം, ഏത് പാർട്ടി വിളിച്ചെന്ന് പറയാം, അത് ആരെ വിളിച്ചതെന്ന് ഞാൻ പറയാം. വിളിച്ചാൽ പറയാം. എനിക്കൊരു കേരളത്തിലൊരു പ്രമുഖ പാർട്ടി തന്നെ BJP അല്ല, സോറി തെറ്റിപ്പോയി, BJP അല്ല പറഞ്ഞേക്കാം, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഉണ്ടല്ലോ, ഈ രണ്ട് പാർട്ടിയിൽ വിളിച്ചു. അവരുടെ ഒരു മതസൗഹാർദ്ദ പരിപാടിക്ക് പങ്കെടുക്കാനായിട്ടാണ്, പ്രൊമോഷൻ ചെയ്യാനായിട്ട് വിളിച്ചാണ്. പ്രൊമോഷൻ ചെയ്യാനായിട്ട് വിളിച്ചു. മറ്റേ നമ്മളെ പറയണ്ട, അത് പറയണ്ട, അത് പോട്ടെ, അതാണ് ഞാൻ പറയുന്നത്. വേണ്ട, അത് വേണ്ട, പറയണ്ട. എന്നിട്ട് ഇവന് പൈസ കൊടുത്തില്ല. സായിയാ വിളിച്ചത്. ഇവ ഒരാഴ്ച വീഡിയോ ഇടാൻ വേണ്ടി ഞാൻ വേറെ പ്രമുഖ വ്യക്തി കൂടെ ഞങ്ങൾ രണ്ടുകൂടെ വീഡിയോ വൈകിയത് രണ്ടാമത്തെ കാര്യം. അതൊന്നുമല്ല, ഒരു പ്രൊമോഷൻ വിളിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീഡിയോ ഇടണ്ടേ? നന്ദന പിറ്റേ ദിവസം വീഡിയോ ഇട്ട് കാശ് മേടിച്ചിട്ട് പോയി. പിറ്റേ ദിവസം വീഡിയോ ഇടാന്ന് പറഞ്ഞാൽ വേറെ കാര്യമൊന്നുമില്ല. നമുക്ക് വീഡിയോ ഇടാന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു ചോദ്യം ഓപ്ഷൻ വേണം. അതൊന്നുമില്ല, എന്നോട് ഇട്ടോളാൻ പറഞ്ഞാണ്. വന്നിട്ട് അപ്പത്തേക്ക് ഇവന് മാരാർജി വന്ന് വിളി വന്നു. അത് സെറ്റിൽമെന്റ് ആക്കി വിട്ടു. രാഷ്ട്രീയം മനസ്സിലായോ? ഇവന്റെ ഈ ചുമന്ന കൈലിക്കുള്ളിൽ കാവിക്കോണം കൊണ്ട്, അതാണ് ഇവന്റെ ഈ സ്വഭാവം പുറത്തു വരുന്നത്. ഞാൻ മാരാർജി ഭവൻ കണ്ടിട്ടില്ല. മാരാർജി ഭവന്റെ CCTV ഫോട്ടോ വീഡിയോ എടുത്ത് നോക്കണം, ഇവന്റെ മുഖത്തിൽ പതിഞ്ഞിട്ടുണ്ടാവും. പല അപവാദങ്ങളും വരും. തീർച്ചയായിട്ടും എന്നെ എല്ലാ പാർട്ടിയിൽ നിന്നും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയിട്ടും വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് വേറെ ഒന്നും വേണ്ടിയിട്ടില്ല, അല്ല വ്യക്തികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് പൈസ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പൈസ തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? അവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കാശ് വരുമ്പോൾ സഹായിക്കണ്ടേ? രാഷ്ട്രീയത്തിന്റെ കാശ് വാങ്ങി അതൊക്കെ ചളിയാടാ, ഇത് ഓവറാ. നമ്മൾ പല ആളുകളും വിളിച്ചിട്ടുണ്ട്, MLA മാരാവാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്ന പലരും വിളിച്ചിട്ടുണ്ട്. എനിക്ക് കാശ് തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നല്ല പ്രവർത്തനം ചെയ്യാനായിട്ട്. അത് ആര് തന്നാലും മേടിക്കും. കാശ് ഞാൻ കൊടുക്കും, ആളുകൾക്ക് കൊടുക്കും. ഒത്തിരി ആളുകൾക്ക് ആഹാരം മേടിച്ചു കൊടുക്കാനായിട്ട് കാശ് കൊടുത്തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ നിന്ന് കിട്ടുന്നതും കൂടെ കൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ വോട്ട് കുത്തുന്നത് തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടായിരിക്കണം. അത് ഞാൻ ഇപ്പോഴും പറയുന്നു, നല്ല നല്ല ആളുകൾ വരട്ടെ. അപ്പം ഞാൻ ഇപ്പോഴും പറയുന്നു, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആണെങ്കിലും നല്ല നല്ല വ്യക്തികൾ വരട്ടെ. ആ വ്യക്തികൾ ചേർന്നുള്ള പാർട്ടി രൂപീകരണം ആവട്ടെ, ഇവിടെ വിജയം ഉണ്ടാവും. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയത്തിനൊന്നും പ്രശ്നമൊന്നുമില്ല. വ്യക്തികളുടെ ഈ പറയുന്ന ആഗോളതാപനവും ആത്മഹത്യയും എന്നുള്ള വർത്തമാനമാണ് പ്രശ്നമായത്. വൈറലായാൽ മതി, വെറുതെ അങ്ങനെ പറഞ്ഞു. ഞങ്ങൾക്കൊക്കെ വൈറലായാൽ മതി. ഞാനും ഇവനൊക്കെ വൈറലാകാൻ വേണ്ടി നല്ലടാ. നമുക്ക് ഡാൻസ് ഇതിൽ പറഞ്ഞ എല്ലാം ഒന്നും ശരിയല്ല, പക്ഷെ ചില കാര്യങ്ങളൊക്കെ ശരിയാണ്. ഇവിടെ ചോദിക്കണേ, അതായത് കോൺഗ്രസില് ഭാവിയിൽ പ്രധാനമന്ത്രി ആയിട്ട് ഇരിക്കാൻ യോഗ്യതയുള്ള ഒരു നേതാവിന്റെ പേര്? മേ ബി സച്ചിൻ പൈലറ്റ്. ഇവിടെ കേരളത്തിൽ നിന്ന് റെപ്രസെന്റ് ചെയ്തിട്ട് കേരളത്തിൽ നിന്നോ? കേരളത്തിൽ അങ്ങനത്തെ ഒരു സ്പെസിമെൻ ഇല്ല. കേരളത്തെ രാഷ്ട്രീയത്തെ പറ്റിയിട്ട് ഇവനൊരു അല്ലല്ല കാഴ്ചപ്പാടില്ല. അല്ല അതെന്താണെന്നറിയോ? ഇങ്ങനെ അതെന്താണെന്നറിയോ? സായിയുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട് വലിയ വ്യത്യാസമാണ്. വരട്ടെ, അല്ലല്ല, കാറിനകത്തിരുന്ന് കാണുന്നതല്ല കേരളം, കാറിന് പുറത്തിറങ്ങുന്ന ഒരു കേരളമുണ്ട്. അതെ, ഇവിടെ പാവപ്പെട്ടവന്റെയും പിച്ചക്കാരനെയും കേരളമുണ്ട്. അവിടെ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കാറിനകത്ത് AC വിട്ടിരുന്ന് പാട്ടും കേട്ട് ഐഫോൺ വരുന്ന മാസാമാസം 10 ലക്ഷം ഉണ്ടാക്കുന്ന ഒരുത്തിന് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ വില അറിയത്തില്ല, അവന്റെ വിശപ്പിന്റെ വില അറിയത്തില്ല, അവന്റെ വീടില്ലാത്ത കുടുംബമില്ലാത്ത നാടിന്റെ വില അറിയത്തില്ല. അതുകൊണ്ട് സാധാരണക്കാരനായി എനിക്ക് പറയാൻ പറ്റും, ഇനി അടുത്ത പ്രധാനമന്ത്രി ആരാവണമെന്നും എന്താവണമെന്നും എന്തിനാവണമെന്നും. എന്ത് എടാ, ഞാൻ കാറിനകത്ത് ഇരിക്കുന്നേ ഉള്ളൂ. ഞാൻ ചാരിറ്റി പോൺ ചെയ്യുന്നില്ല. അറിയത്തില്ല പറഞ്ഞു. ഞാൻ ചെയ്തൊരു ചാരിറ്റി പോൺ പറ. ഞാൻ ചെയ്തു ഇപ്പൊ പറഞ്ഞ തന്നെ പാവപ്പെട്ടവരുടെ കണ്ണീര് വീഡിയോ ആക്കി വിൽക്കുന്നതിന്റെ പേരാണ് ചാരിറ്റി. ഒരു കാര്യം പറയട്ടെ, ഏതെങ്കിലും പാവപ്പെട്ടവരുടെ കണ്ണീര് ഞാൻ വീഡിയോ ആയിട്ട് വിറ്റിട്ട് അവരോട് പറയട്ടെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന്. ഞാൻ അന്ന് നിർത്ത ഈ പരിപാടി. ഒരാൾ പറയട്ടെ. അങ്ങനെ പറയുന്നവരുണ്ട്, എത്രയോ പേര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചില വീഡിയോസ് ഇടല്ലേ എന്ന് പറയും. നമ്മൾ ഇടത്തില്ല. നമ്മൾ ആദ്യം നിർത്തിക്കേണ്ടത് കേരളത്തിൽ ചാരിറ്റി പോണാണ്. അതായത് പാവപ്പെട്ടവരുടെ നിസ്സഹായാവസ്ഥ കണ്ണീര് ഒപ്പി വിൽക്കുന്ന പരിപാടി. ഇങ്ങേര് ഒരാൾക്ക് കൊണ്ട് കാശ് കൊടുത്തിട്ട് അത് വന്ന് പറഞ്ഞു, സേജു സുധിക്ക് കാശ് കൊടുത്തിട്ട് പറഞ്ഞ് നാണമില്ലാത്തവരാ പോണ വെട്ടാവളിയാ ചാരിറ്റി ചെയ്യാത്തവൻ. അതായത് ഞാൻ രേണുസുധീനെ കുറിച്ച് ഒരു 48 വീഡിയോ ചെയ്ത അതിൽ എനിക്ക് 5,20,000 രൂപ കിട്ടി. നീ എത്ര വീഡിയോ ചെയ്തു? ഞാൻ ചെയ്തിട്ടില്ല, അധികം അങ്ങനെ ചെയ്തിട്ടില്ല. അധികം ചെയ്തില്ല. എത്ര വീഡിയോ ചെയ്തു? ഇൻസ്റ്റ ചെയ്താൽ റീച്ച് കാശ് യൂട്യൂബിലും ചെയ്തിട്ടില്ല. ഇല്ല ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഇല്ല, അതിനകത്ത് കാശില്ല. കാണിക്കാം.
ഇതൊക്കെ എന്താ പറയുക കുറെ ഞുണ്ടിയായും പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ഞാൻ പറയട്ടെ, ഞാൻ ചെയ്ത പോലെ തന്നെ ഇവര് അല്ലല്ല രേണു സുധിയെ പറ്റി മാത്രമാണ് സായി വീഡിയോ പബ്ലിസിറ്റി വേണ്ടിയിട്ട് കാശ് കൊടുത്തു. ഒരു കാര്യമില്ല, 5 ലക്ഷം കിട്ടി 10 ലക്ഷം കൊടുത്തു, അതാണ് കാര്യം. കൊടുത്തു. കാരണം പബ്ലിസിറ്റി സ്റ്റണ്ട് എന്തുകൊണ്ടാ വേണമെന്നറിയോ? അന്നെപ്പോലെയും ഈ ഓണറിനെ പോലെയും ഇവനും കുറെ തിന്നിട്ടുണ്ട്, ഈയും തിന്നിട്ടുണ്ട്. രേണു സുധി ഇവൻ പറയുന്നുണ്ടല്ലോ എന്താ പറയുക ചാരിറ്റി ഫോൺ പരിപാടി ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ രേണു സുധിക്ക് കൊടുത്തെങ്കിൽ പറയാൻ പാടില്ല, അതാണ് ആണത്തം. ഇല്ലെന്നുണ്ടെങ്കിൽ 5 ലക്ഷത്തിനുണ്ടാക്കി 10 ലക്ഷം കൊടുക്ക്, അത് കറക്റ്റാ. അല്ലാതെ രണ്ടുകൂടെ പറയരുത്. ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ 10 ലക്ഷം കൊടുക്കണം. 5 കെട്ടി 10 കൊടു, 5 കെട്ടി 5 കൊടു. ഇയാൾ പറയാൻ പറ്റില്ല, രണ്ടുകൂടെ പറയരുത്. അല്ല 5 കിട്ടി 5 കൊടുക്കാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവുണ്ട്. അല്ല, ഞാൻ എന്ന് പറഞ്ഞ മനുഷ്യന് എപ്പോഴും ഒരാളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ സഹായിക്കാറുണ്ട്? ഇന്റെ കാര്യങ്ങൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ സായി പറയുന്നു ചാരിറ്റി ഫോൺ പരിപാടി പറയാനല്ല, ചാരിറ്റി ഫോൺ ചെയ്യാൻ പാടില്ല. ഞാൻ ഒരിക്കലും രേണുവിന്റെ വീട്ടിൽ പോയിട്ട് രേണു കിടക്കുന്നതോ രേണുവിന്റെ കണ്ണീരോ രേണുവിന്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാശ് കൊടുക്കാന്ന് പറഞ്ഞോ? ഞാൻ എടുത്തിട്ടില്ല. എടുക്കണ്ട. ഞാൻ എവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ എത്ര കൊടുത്തെന്ന് പറഞ്ഞു? ഇപ്പൊ പറഞ്ഞല്ലോ. എവിടെ പറഞ്ഞു? പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. നിന്റെ വായന വന്നിട്ടില്ല. പിന്നെ അങ്ങനെ അറിഞ്ഞു ഞങ്ങള്. ഞാനിങ്ങനെ അറിഞ്ഞു. അതായത് ഇവന്റെ എത്തിക്സ് ഇല്ലായ്മ. നമ്മൾ ഫ്രണ്ട്സ് ആകുമ്പോ പേഴ്സണലി എത്തിക്സ് ഇല്ലാത്തവർ ക്യാമറ കണ്ട് 4 റീച്ചിന് വേണ്ടി സ്വന്തം ഫ്രണ്ടിന് വരെ ഒറ്റി കൊടുക്കാൻ മാറി. സോഷ്യൽ മീഡിയ അവിടെ എങ്ങനെ എത്തി? അതൊന്നുമല്ല, ഞാൻ പോയി കൊടുത്തപ്പോ ഇവനെ വിളിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ നടന്നിട്ടില്ലാത്ത കാര്യം. അല്ല, ഞാൻ വേറെ കാര്യം പറയാം. അല്ലല്ല, ഇതെനിക്ക് പറയണം. അല്ലല്ല, ഇതെനിക്ക് പറയാം. ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറയാം. കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മോശമായ ട്രെൻഡാണ് ചാരിറ്റി പോൺ. അതായത് ഇതിൽ കൂടി നടക്കുന്ന സ്കാം ഭയങ്കര ഭീകരമാണ്. ഇവിടെ വളർന്ന നന്മ മരങ്ങൾ നമുക്ക് പറയാൻ പറ്റുമോ? ഒരുപാട് പൈസ ചാരിറ്റി ഒരുപാട് പൈസ ഇതിന് ഡിഫറെന്റ് തലങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, വ്യത്യാസമുണ്ട്. തലങ്ങളല്ല, ഇതിന്റെ വ്യത്യാസം ഞാൻ പറയാറുണ്ട്. അതായത് നമ്മള് ഇപ്പോൾ ഒരാളെ കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ടോ, ഒരാളുടെ അവസ്ഥ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ടോ, ആ അവസ്ഥ പറഞ്ഞ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ എത്ര വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഇവർ കരയുന്നത്. ഇപ്പം നമ്മളെ വീട്ടിൽ ഞാനോ നിങ്ങളെ വീട്ടുകാരോ നിൽക്കണം, ഇത് സീരിയസ് ആയിട്ട് നമ്മളെ വീട്ടിൽ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് പൈസ വേണം, ശരിയാണ്. പക്ഷെ നമ്മളെ അവസ്ഥ കൊണ്ടല്ലേ നമ്മൾ വേറെ ആളെ കണ്ണീര് പോയി കരഞ്ഞു കൊടുക്കുന്നത്, നാട്ടുകാരെ കാണിക്കാൻ നിന്ന് കൊടുക്കുന്നത് നമ്മളെ അവസ്ഥ കൊണ്ടാണോ? അല്ലേ? അത് മുതലെടുത്തിട്ട് ഓവർ BGM-ഉം ഓവർ സൂമിങ്ങും അതിന് കുറെ കട്ടും വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് അവരെ വിറ്റിട്ട് കാശ് കൊടുത്തിട്ട് കാര്യമുണ്ട്. ഫിറോസ് കുന്നപ്പറമ്പിൽ അവരെ ആവശ്യപ്പെട്ട് വിളിക്കുന്നില്ലയോ? കാരണം അത് ഒരു വീട്ടിലെ 3 കുഞ്ഞുങ്ങളെ ആര് സഹായത്തില്ലാത്ത 3 കുഞ്ഞുങ്ങൾ. അതിനാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞ അതിന് ഞാൻ ഒരു കാര്യം പറയാം. നിക്ക്, അതിന് എനിക്ക് വ്യക്തമായ റീസൺ ഉണ്ട്. വ്യക്തമായ റീസൺ ഞാൻ പറയാം. ഈ നാട്ടിൽ മതപണ്ഡിതന്മാരുണ്ട്, മതസ്ഥാപനങ്ങളുണ്ട്, സർക്കാർ സംവിധാനങ്ങളുണ്ട്. SMA രോഗം ബാധിച്ച കുട്ടികൾക്കുള്ള ഫണ്ട് പിരിവ് നമ്മളിപ്പോൾ കണ്ടു. എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തു ഇല്ലേ? ആരെങ്കിലും കേന്ദ്രത്തിൻ്റെ ഫണ്ട്, കേരളത്തിൻ്റെ ഫണ്ട്, ലോകത്തിൽ SMA-ക്ക് വേണ്ടി ഫണ്ട് മാറ്റിവെച്ച ഏക സ്റ്റേറ്റ് കേരളമാണ്. ആ കുട്ടികൾക്ക് ഈ ഫണ്ട് കിട്ടിയെന്ന് ആരും ചോദിച്ചിട്ടുണ്ടോ? അത് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പിരിവിന് അറിയാം. പക്ഷേ കേരളത്തിൽ ഒരു ഒറ്റ കുട്ടി മാത്രമല്ല SMA ബാധിക്കുന്നത്. അവിടെ ഈ ജനങ്ങളെല്ലാം ഒരുമിക്കുന്നതുകൊണ്ടാണ്. ജനങ്ങളെല്ലാം ഒരുമിച്ചുകൊണ്ടാണ് ഗൾഫിൽ നിന്ന് ഒരാൾക്ക് കോടികൾ മുടക്കി നാട്ടിലെത്താൻ പറ്റിയത്. ആ കോടികൾ ബാക്കിയുള്ളത്